കാരണം കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷമാണ് ഇത്രയും ആളുകൾ സ്നേഹിച്ചത്. അതിനും ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനായകൻ്റെ ഉള്ളിലുള്ള കല, അല്ലെ വിനായകൻ്റെ ഉള്ളിലുള്ള സിനിമയോടുള്ള അഭിനിവേശം. മമ്മൂക്കയെ പോലെ തന്നെ സിനിമയുടെ അഭിനിവേശമുള്ള ഒരു വ്യക്തി തന്നെയാണ് വിനായകൻ. അപ്പോൾ ആ വിനായകൻ അയാൾ റിയൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങളൊക്കെ പറയും. ഞാൻ എന്താ പറയണ്ടേ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വിടുവായത്തരമൊക്കെ പറഞ്ഞ് തോൽവിത്തരമൊക്കെ പറഞ്ഞ് മണ്ടത്തരങ്ങൾ പറഞ്ഞ് വിവരമില്ലായ്മയും കാണിച്ചൊക്കെ എളുപ്പവും. എന്നാൽ അയാൾ സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താ നമ്മൾ കാണുന്നത്? ഒരു മാജിക്കാണ്. നമുക്കൊരു താരതമ്യം നോക്കുകയാണെങ്കിൽ ശ്രേയാ ഘോഷൽ എന്ന് പറയുന്ന പാട്ടുകാരി, പുള്ളിക്കാരി മലയാളിയല്ല. എന്നാൽ മലയാളം പാട്ടുകൾ പാടുമ്പോൾ മലയാളി പക്ക ഒരു മലയാളി പാടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. എന്ന് പറയുന്ന പോലെ തന്നെയുള്ളൊരു വ്യത്യാസമാണ് വിനായകനിൽ. എന്നാൽ വിനായകൻ റിയൽ ലൈഫിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാല്യൂ ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി നടക്കുന്ന ഒരു സാധാ ഒരു മനുഷ്യൻ. എന്നാൽ സിനിമയിലേക്ക് വരുമ്പോഴോ ജയിലർ പോലുള്ള സിനിമയിലൊക്കെ നമ്മൾ കണ്ടത് ഒരു കട്ട വില്ലനാണ്. എന്നാൽ കളങ്കാവലിലേക്ക് വരുമ്പോഴോ കളങ്കാവലിൽ ഒരു പക്ക നായകനെയാണ് നമ്മൾ കണ്ടത്. എല്ലാ രീതിയിലും, അതായത് വിനായകൻ കാണിച്ചു വെച്ചിരിക്കുന്ന രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിനായകൻ